ലാസ്റ്റ് വീക്ക് ഒരു 3 സീരീസ് റിലീസായി. ഫ്രമിന്റെ സീസൺ 3, മാർവലിന്റെ അഗാധ ആൻഡ് DC-യുടെ പെൻഗ്വിൻ. ഞാൻ ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്ത ഫ്രം ആയിരുന്നു, പക്ഷെ ഫസ്റ്റ് കണ്ട DC-യുടെ പെൻഗ്വിൻ ആയിരുന്നു. ഈ ഒരു സീരീസ് കാണാനുള്ള ഇൻട്രസ്റ്റ് എന്ന് വെച്ചാൽ നമ്മുടെ റോബർട്ട് പാറ്റിൻസന്റെ ബാറ്റ്മാന് ശേഷം വരുന്ന അതിന്റെ ഒരു സീക്വലായിട്ട്, അതായത് ആ ഒരു മൂവി എവിടെ എൻഡ് ചെയ്തോ അവിടെ നിന്നാണ് ഈ ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ടോട്ടൽ ഓഫ് 8 എപ്പിസോഡ് ഉണ്ട്. ഫസ്റ്റ് ഒരു എപ്പിസോഡ് മാത്രം റിലീസ് ആയിട്ടുള്ളൂ. പക്ഷെ ആ ഒരു ഫസ്റ്റ് എപ്പിസോഡ് എനിക്ക് നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഒരു കിഡിലെ എപ്പിസോഡായിരുന്നു. ഒരു പക്ക സ്റ്റാർട്ടിങ്, ഒരു പക്ക എൻഡിങ് ഉണ്ട്. അതിന്റെ ഒരു സ്റ്റാർട്ടിങ് സീൻ ഉണ്ട് കേട്ടോ. അതായത് നമ്മൾ ആ ബാറ്റ്മാൻ മൂവി എവിടെ എൻഡ് ചെയ്തോ ആ ഒരു വിഷ്വൽസും അതിന്റെ കൂടെ പെൻഗ്വിൻ ഇങ്ങനെ നിൽക്കുന്നതും അതിന്റെ കൂടെ തന്നെ ബാറ്റ്മാന്റെ ഒരു ബീജിയം ഒക്കെ ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. വേറെ ലെവൽ ഓഫ് എക്സ്പീരിയൻസ് ആയിരുന്നു. പെൻഗ്വിൻ എന്ന് പറയുന്ന ക്യാരക്ടർ നമ്മുടെ ബാറ്റ്മാനിൽ വരുന്ന ഒരു കിടിലം വില്ലൻ ക്യാരക്ടർ ഒക്കെ ആണെങ്കിലും ഈ ഒരു സീരീസ് കംപ്ലീറ്റ്ലി സൂപ്പർ ഹീറോ ഒന്നും അല്ല. അങ്ങനെ സൂപ്പർ ഹീറോ എലമെന്റ്സ് ഒന്നും ഇല്ല. ഇതൊരു കംപ്ലീറ്റ് ക്രൈം ത്രില്ലർ സീരീസ് ആണ്. ഗാങ്സും ഗാങ്സ്റ്റേഴ്സും അല്ലെങ്കിൽ ഗാങ് ഗോസ് ഒക്കെയാണ് ഇവിടെ സംസാരിക്കുന്നത്. മെയിൻലി പെൻഗ്വിൻ എന്നൊരു ക്യാരക്ടർ എങ്ങനെയാണ് ഇത്ര വലിയ പവർഫുൾ ആയിട്ടുള്ള ഗാങ്സ്റ്റർ ആയിട്ട് മാറിയത്, അല്ലെങ്കിൽ ആ ഒരു ജേണി എങ്ങനെയാണ്, അതാണ് ഈ ഒരു എൻ്റയർ സീരീസ് സംസാരിക്കുന്നത്. ഈ ഒരു ഫസ്റ്റ് എപ്പിസോഡ് നോക്കുകയാണെങ്കിൽ തന്നെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള സ്റ്റാർട്ടിങ്, ഒരു പ്രോപ്പർ ആയിട്ടുള്ള എൻഡിങ് ഉണ്ട്. അതിനിടയ്ക്ക് തന്നെ എൻഗേജിംഗ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഒക്കെ ആഡ് ചെയ്ത് അടിപൊളിയായിട്ട് തന്നെ പ്രസന്റ് ചെയ്യുന്നുണ്ട്. അതായത് ഈ ഒരു എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്ത് ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ ഒരു പെയിൻ ഉണ്ട്. അവിടെ നിന്ന് കിട്ടുന്ന ഒരു എൻഗേജിംഗ് ഫീൽ അവസാനത്തെ സീൻ വരെ നിലനിർത്തി തന്നെ പോകുന്നുണ്ട്. അതായത് അടുത്തത് എന്ത് നടക്കും, അല്ലെങ്കിൽ ഈ ക്യാരക്ടർ എങ്ങനെയായിരിക്കും റെസ്പോണ്ട് ചെയ്യുന്നതെന്നൊക്കെ ഭയങ്കര എൻഗേജിംഗ് ആയിട്ട് നമുക്ക് 1.5 മണിക്കൂറൊക്കെ ഉണ്ട് ഒരു എപ്പിസോഡ്. പക്ഷെ അത് നമുക്ക് ടൈം പോകണം തന്നെ അറിയത്തില്ല. വളരെ ഫാസ്റ്റ് പേസ് ആയിട്ട് ആ ഒരു ക്യാരക്ടേഴ്സും ആ ഗാങ്സും അവരുടെ പ്രസന്റേഷനും ആ ഒരു വേൾഡ് ബിൽഡൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ ഒരു ഫസ്റ്റ് എപ്പിസോഡ് സംസാരിച്ച് പോകുന്നുണ്ട്. ഒരിക്കലും നമ്മൾ ഒരു സൂപ്പർ ഹീറോ ഫിലിമിലുള്ള ഒരു ക്യാരക്ടറിന്റെ സീരീസ് ആണെന്നൊന്നും തോന്നത്തില്ല. ഒരു പക്ക ക്രൈം ത്രില്ലർ ആയിട്ടുള്ള സീരീസ് ആണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ആ രീതിക്കാണ് ഇതിന്റെ മേക്കിങ്ങും പ്രസന്റേഷൻ ഒക്കെ വരുന്നത്. ആ ഒരു കളർ ടൂൺ ആയാലും, ആ ഒരു വേ ഓഫ് എഡിറ്റിംഗ് ആയാലും, ആ ഒരു സീൻസിന്റെ എക്സിക്യൂഷൻ ആയാലും, ആ ഒരു എന്താ പറയുക ക്യാരക്ടേഴ്സ്, വേൾഡ് ബിൽഡ് എല്ലാം ആ ഒരു പക്ക ഗാങ്സ്റ്റർ മൂവീസ് ഒക്കെ നമ്മൾ കാണുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, അതേ രീതിക്കാണ് ഈ ഒരു എപ്പിസോഡ് പ്രസന്റ് ചെയ്തിരിക്കുന്നത്. ഇനി ഒരു 7 എപ്പിസോഡ് ഉണ്ട്. ടോട്ടൽ ഓഫ് 8 എപ്പിസോഡാണ്. സോ എന്തായാലും ഫുള്ള് കണ്ടിട്ട് ഞാനൊരു റിവ്യൂ ചെയ്യാം. ആൻഡ് ഒരുപാട് പേര് പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമാണ് ഇതിൽ ബാറ്റ്മാന്റെ ക്യാമിയോ ഉണ്ടോന്നൊക്കെ. പക്ഷെ ഇതുവരെ അറിഞ്ഞത് വെച്ചിട്ട് അങ്ങനെയൊന്നും ഇല്ല. ഫസ്റ്റ് എപ്പിസോഡിൽ വന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു എൻ്റയർ സീസൺ അവർ സംസാരിക്കുന്ന ആ ഒരു ഗാങ്സ്റ്റേഴ്സ് അല്ലെങ്കിൽ ആ ഒരു ഡാർക്ക് ഷെയ്ഡ് മാത്രമാണ്. ആ ഒരു ഗാങ്സ്റ്റേഴ്സിന്റെ അകത്ത് നടക്കുന്ന അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഗാങ് ഓറൊക്കെയാണ് സംസാരിക്കുന്നത്. അതിന്റെ അടുത്ത് ബാറ്റ്മാൻ വരാൻ ചാൻസ് വളരെ കുറവാണ്. ഇനി 7 എപ്പിസോഡ് ഉണ്ട്. ഇതിനിടയ്ക്ക് വരുമോ എന്ന് അറിയത്തില്ല. പക്ഷെ എന്നാലും ബാറ്റ്മാൻ ഇല്ല എന്നാണ് ഇതുവരെ കിട്ടിയിട്ടുള്ള റിപ്പോർട്ട്സ്. എന്നാലും കണ്ടു നോക്കാം. ഇനി 7 എപ്പിസോഡും കൂടി ഉണ്ട്. സോ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കുക. ഒരു ക്രൈം ത്രില്ലർ സീരീസ് ആണ്, അല്ലാതെ ഒരു സൂപ്പർ ഹീറോ സീരീസ് എന്ന് വെച്ചാൽ ഒരിക്കലും കാണാതിരിക്കില്ല. നമുക്കൊരു പക്ക ഗാങ്സ്റ്റർ മൂവീസ് ഒക്കെ കാണാൻ ഒരു ഫീൽ നമുക്ക് കാണാൻ പറ്റിയ രീതിയിലാണ് ഒരു പ്രസന്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. എന്തായാലും ചെക്ക് ചെയ്ത് നോക്കുക. സോ ഗാങ്സ്റ്റർ വോസും ഗാങ്സ്റ്റർ മൂവീസ് ഒക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ചെക്ക് ചെയ്യാൻ പറ്റിയ ഒരു സീരീസ് തന്നെയാണ് പെൻഗ്വിൻ. ആൻഡ് പിന്നീട് ഈ ഒരു സീരീസ് കാണുന്നതിന് മുമ്പ് നമ്മൾ മാറ്റ് റീവ്സിന്റെ ബാറ്റ്മാൻ കണ്ടിരിക്കണം. എന്നാലും നിങ്ങൾക്ക് ഒരു കണ്ടിന്യൂഷൻ കിട്ടത്തുള്ളൂ. കാരണം ആ ഒരു മൂവി എവിടെയാണോ സ്റ്റോപ്പ് ചെയ്യുന്നത് ആ ഒരു പോയിന്റിൽ നിന്നാണ് ഈ സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആൻഡ് ഈ പെൻഗ്വിൻ എന്ന് പറയുന്ന ഒരു മൂവി ഉണ്ട് 2013 റിലീസ് ചെയ്യുക. അത് ജസ്റ്റ് കണ്ടു നോക്കി കുറച്ച് ഐഡിയ കിട്ടും. ഈ ക്യാരക്ടർ എന്താണ്, അല്ലെങ്കിൽ ക്യാരക്ടറും ആ ഗാങ് വേൾഡുമായിട്ടുള്ള കണക്ഷൻസും കാര്യങ്ങളും എന്തൊക്കെയാണ് ഡീൽ ചെയ്യുന്നതൊക്കെ. അത് കണ്ടില്ലെങ്കിൽ വലിയ കുഴപ്പമില്ല. പക്ഷെ അത് ഈ ബാറ്റ്മാൻ എന്ന മൂവി കണ്ടിരിക്കണം. എന്നാലും നിങ്ങൾക്ക് കറക്റ്റ് ഒരു ഐഡിയ കിട്ടത്തുള്ളൂ. സോ എന്തായാലും കണ്ടു നോക്കുക. ഓൾറെഡി ഈ ഒരു എപ്പിസോഡ് കണ്ടവരാണെങ്കിൽ നിങ്ങളെ ഒപ്പീനിയൻസ് എന്താ വെച്ചാൽ കമന്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു സോ മച്ച്.